അംബേദ്കർ ആണോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? ഈ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഒരുപാട് പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെയല്ല. വെൽക്കം ടു ഡേ 20 ഓഫ് 30 ഡേയ്സ് 30 അൺടോൾഡ് ലെജൻഡ് സ്റ്റോറീസ്. 299 പേര് അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യ എങ്ങനെയുള്ളൊരു രാജ്യമായിരിക്കണം എന്ന് തീരുമാനിച്ചത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിരുന്ന് 3 വർഷത്തോളം കാലം ചർച്ച നടത്തി ഉണ്ടാക്കിയതാണ് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെന്തിനാണ് അംബേദ്കറിനെ ചീഫ് ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഈ 3 വർഷത്തോളം കാലം 150 അടുത്ത് സിറ്റിംഗ് നടത്തി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ച കാര്യങ്ങളെല്ലാം ഒരു പുസ്തക രൂപത്തിൽ വെറും 395 ആർട്ടിക്കിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അവിടെയാണ് BR അംബേദ്കറും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ദളിതർക്ക് പഠിക്കാൻ പോലും അവകാശം ഉണ്ടാവാതിരുന്ന ആ ഒരു കാലത്തിൽ 32 ഡിഗ്രി എടുത്ത അംബേദ്കറിൻ്റെ റേഞ്ച് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും മനസ്സിലായില്ലെങ്കിൽ അംബേദ്കറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരിക്കുമ്പോൾ പോലും ഇന്ത്യക്കാർ എവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും.